ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിതയും മഹേഷും അതുപോലെ തന്നെ വിനോദും കൂടി സംസാരിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. ഇഷിത പറയുന്നുണ്ട് വിനോദിനോട് എന്ത് വില കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും കൈലാസേട്ടനെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ വിനോദ് പറയേണ്ട ഇടത്തെ എനിക്ക് മനസ്സിലാവും ഈ കേസിന്റെ ഏറ്റവും വലിയ ഗൗരവം എല്ലാവരും ഏടത്തിനാണ് കുറ്റപ്പെടുത്തിയതെന്നും മനസ്സിലാവും. കൈലാസേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അയാളെ മിക്കാറും ആകാശോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജോർജ് വക്കീലോ ജോർജ് എസ് ഐയോ ആരോഗ്യമൊക്കെ ആയിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, അല്ലടാ അവനെ ശരിക്കും ജാമ്യത്തിലെടുത്ത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സേവിയർ എന്ന് പറഞ്ഞ ആളാണെന്നാ എനിക്കറിയാൻ കഴിയുന്നത്. പക്ഷെ അത് അവിടുത്തുകാരനാണെന്നോ ആരാണെന്നോ ഒന്നും എനിക്ക് അറിയില്ല ഏട്ടാ. ഇതിന്റെ പിന്നീട് ജോർജ് ആയിരിക്കുമെന്ന് ഒരു സംശയവും വേണ്ടല്ലോ. കാരണം ചേട്ടനെതിരെ തിരിക്കാൻ പറ്റുന്ന ഒരു ആയുധവും അയാൾ വെറുതെ കളയില്ല. അയാളുടെ പിറകിൽ തീർച്ചയായിട്ടും ആകാശ് മേനൻ ഉണ്ടാകും. കാരണം ആകാശ് മേനൻ ജോർജിനാണല്ലോ ഏട്ടനോടും എടുത്തിടും ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പുറകിൽ അവര് തന്നെയായിരിക്കും എന്ന് പറയാണ്. അതിനുശേഷം മഹേഷ് ചോദിക്കണ്ടല്ല ഇനി എങ്ങനെ നാട് വിട്ടതായിരിക്കും എന്ന് ചോദിക്കുമ്പോ വിനോദ് പറയണ്ടേ, നാട് വിടാൻ വഴിയില്ല ഏട്ടാ. കാരണം വെച്ചാ കുറച്ച് പണമോ സ്വർണമോ കിട്ടാതെ അയാൾ ഒരിക്കലും നാട് വിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നാട് വിടാനൊന്നും ചാൻസ് ഇല്ല. എന്തായാലും അയാളുടെ പുറകിൽ ആരൊക്കെയോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അയാളെ മുൻനിർത്തി കളിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് പിന്നെ ഞാൻ ഏടത്തെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി പറയല്ല. നമ്മൾ എപ്പോഴും ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി അതാണ് സജ്ജരായിരിക്കണം. ചിലപ്പോ നമ്മൾ കേൾക്കാൻ പോണ വാർത്ത കൈലാസളയും ചിലപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് വരെ കേൾക്കാം. അതുകൊണ്ട് എന്ത് വാർത്തയും കേൾക്കാനായിട്ട് നമ്മൾ കാതോർത്തിരിക്കേണ്ടി വരും എന്ന് പറയാണ്. ശരി, ഞാൻ അന്വേഷിച്ചിട്ട് പറയാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വിനോദ് അവിടുന്ന് പോകാണ്. വിനോദ് പോയിക്കുമ്പോഴേക്കും ഇഷിത മഹേഷിനോട് പറയണ്ട്, ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ആ പ്രശ്നങ്ങളൊന്ന് മഹേഷിനോട് പറയേണ്ടിയിരുന്നില്ല എന്ന്. ആരോടും പറയേണ്ടിയിരുന്നത് സഹിച്ചിരുന്നാൽ മതിയായിരുന്നു. കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഒക്കെ ഇപ്പൊ തോന്നുക എന്ന് പറഞ്ഞിട്ട് ഇഷിതയും അവിടുന്ന് പോകുക കേട്ടോ. മഹേഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. മഹേഷും ആകെ വിഷമിച്ച് ടെൻഷനായിട്ട് അങ്ങനെ നിൽക്കുവാണ്. മഞ്ജുമയാണെങ്കിൽ ആകെ കരച്ചിലാട്ടോ. ഈശ്വര, എന്തിനാണ് ഈശ്വര എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്നത്? എന്റെ കൈലാസേട്ടൻ പോയല്ലോ ഈശ്വര, എനിക്ക് വയ്യ എന്റെ കൈലാസേട്ടൻ മരിച്ചിട്ട് കിടക്കണം കാണാനായിട്ട്. എന്റെ കൈലാസേട്ട, നിങ്ങൾ എന്തിനാ കൈലാസേട്ട ഒറ്റക്ക് പോയത്? എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോകരുതോ കൈലാസേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടി കരഞ്ഞോണ്ടിരിക്കട്ടോ വിറച്ച്. അപ്പം സ്വപ്നയില് പറഞ്ഞു, മോളെ നീ എന്തിനാ ഇങ്ങനെ കരയണത്? അതിനെ മരിച്ചത് കൈലാസാണോ ഇല്ലയോ എന്ന് ആരും പറഞ്ഞില്ലല്ലോ. എനിക്കറിയാമേ അത് കൈലാസേട്ടൻ തന്നെയാ, എനിക്ക് കാണണ്ടാമേ. എന്തിനാ അവനെ ആ കാഴ്ച കാണുന്നത്? എന്റെ ഭർത്താവില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലമ്മേ, എന്നെയും കൂടി കൊണ്ടുപോകും കൈലാസേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അവിടേക്ക് ഇഷിത വരുന്നുണ്ട്. ഇഷിത വരുമ്പോഴേക്കും ദേ അവള് വന്നു. ഇനി എന്തിനാടി എന്റെ ഭർത്താവിന് ആളെ വിട്ട് കൊല്ലിച്ച് കായലിൽ കൊണ്ടേ തള്ളിയത്? പറയടി, എന്തിനാടി അങ്ങനെ ചെയ്തത്? പറയടി ഗുരുത്തം കേട്ടവളെ, പറയടി എന്നൊക്കെ പറയുമ്പോൾ ഇഷിത പറയണ്ട, അമ്മേ ഞാൻ പറഞ്ഞത് അമ്മ ഒന്ന് കേൾക്ക്. ആ ബോഡി കൈലാസേട്ടന്റെ അല്ല. സത്യമാണോടി നീ പറയണത് എന്ന് സ്വപ്നയിൽ ചോദിക്കുമ്പോൾ അതേ അമ്മേ സത്യമാണെന്ന് പറയുമ്പോൾ ഇല്ലമ്മേ ഇവള് പറയണ നുണയാ, ഇവള് പറഞ്ഞ കല്ല് വെച്ച് നുണയാ. ഡെഡ് ബോഡി ഇവള് മാറ്റിയതാണ്, പോലീസുകാരെ കൊണ്ട് ഇവള് കള്ളം പറയിപ്പിച്ചതാണ്. ഇവള് തന്നെയാ എല്ലാത്തിനും കാരണം അമ്മേ, ഇവള് തന്നെയാ അമ്മ എല്ലാത്തിനും കാരണം. എന്തിനാടി എന്റെ കൈലാസേട്ടനെ കൊന്നത്? ദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വര കഴുത്തി കയറി പിടിക്കാട്ടോ. ഇതിനെ ഞാൻ വെറുതെ വിടില്ല, എന്റെ കൈലാസേട്ടനെ കൊന്ന് ഞാൻ വെറുതെ വിടില്ലടി. ഇവരെന്തോ സ്ത്രീയാ, സ്വന്തം ഭർത്താവല്ല മരിച്ചെന്ന് പറഞ്ഞിട്ടും സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നിൽക്കുവാണോ നിങ്ങൾ എന്ന് ഈശ്വര പറയുമ്പോ വീണ്ടും കഴുത്തിനിട്ട് കയറി പിടിക്കുകയാണ് മഞ്ജുമ. ഇല്ലടി, നീ ജീവിക്കണടി, എന്റെ കൈലാസേട്ടനെ കൊന്ന് നീ ജീവിക്കണടി എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിനെ കയറി പിടിക്കുമ്പോൾ സ്വപ്നം വലിയ പറഞ്ഞിട്ട്, മോളെ കഴുത്തിന് കൈവിട്, മോളെ കഴുത്തിന് കൈവിട് എന്ന് മഞ്ജുമ എടുത്ത് പറയാണ്. പക്ഷെ അവര് മഞ്ജുമ എന്നുണ്ടെങ്കിൽ ഈശ്വര കഴുത്തിൽ തന്നെ ഇങ്ങനെ കയറി ഇങ്ങനെ ബലത്തിൽ ഇങ്ങനെ പിടിച്ച് നെക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശേഷം ഇഷിതനെ പിടിച്ച് തള്ളുവാണ്. വാതിലിക്കൽ തന്നെ പിടിച്ച് തള്ളുമ്പോഴേക്കും ഇഷിത അവിടേക്ക് തെറിച്ചു വീഴുവാട്ടോ. തെറിച്ചു വീഴുന്ന ഇഷിത ആരുടെ കാൽക്കല് വന്നിട്ടാണ് വീഴുന്നത്. അത് ആരുടെ കാലാണെന്ന് ഇഷിതക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇഷിത പതുക്കെ തല ഉയർത്തി നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. അത് കൈലാസാട്ടോ. കൈലാസ് കണ്ണൊക്കെ അടച്ച് കയ്യിൽ കുറച്ച് ഭസ്മോ ഒരു കയ്യിൽ കാവടിയായിട്ട് അങ്ങനെ നിൽക്കുവാണ്. അത് കാണുന്നത് മഞ്ജുമയും സ്വപ്നവല്ലിക്ക് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഈശ്വര ഇത് ഞാൻ സ്വപ്നം കാണുവാണോ? ഇത് കൈലാസ് തന്നെയാണോ എന്നിങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുവാണ്. കൈലാസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇഷിത വേഗം അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്. മഞ്ജുമ ചേച്ചിക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഇതെല്ലാം നിങ്ങൾ മരിച്ചു പോയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരുന്ന ഭർത്താവ് നിങ്ങളുടെ ഭർത്താവിനല്ലേ ഇതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജുമ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കൈലാസേട്ടാ ഇതെന്താ കൈലാസേട്ടൻ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൈലാസ് ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കൈലാസേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ തൊട്ടു പിന്നാലെ രാമനാഥൻ വരുന്നുണ്ട്. അതിന് പിന്നാലെ മഹേഷും വരുന്നുണ്ട്. രാമനാഥനെ കാണുമ്പോൾ സ്വപ്നവലി രാമൻ എത്തിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും കൈലാസ് പറയുന്നുണ്ട്, രാമൻ എത്തിയതല്ല, ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറയാണ്. അല്ല രാമ ഇതെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അതെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് സ്വപ്നവലി പറയാനായിട്ട്. ഞാൻ കൈലാസിനെ കാണുന്നത് പകുതി വഴി വെച്ചിട്ടാണ്, ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് ഇദ്ദേഹത്തെ എന്ന് കൈലാസ് പറയുമ്പോഴേക്കും
അതെ എന്നെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു കൈലാസ്. എന്തായാലും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഞാൻ പറയാം. എന്തായാലും ഒരു കാര്യം പറയാം, കൈലാസ് ഇപ്പൊ പഴയ കൈലാസ് അല്ല, ആളാകെ മാറി എന്ന് നമ്മുടെ രാമനാഥൻ പറയാണ്. ശേഷം കൈലാസേട്ട എന്ന് മഞ്ജുമ വിളിക്കുമ്പോൾ കൈലാസ് ഏട്ടനല്ല, കൈലാസ് സ്വാമികൾ എന്ന് പറയാണ്. അല്ല ഇവിടുത്തെ പൂജാ റൂം എവിടെ? അയ്യോ അതും മറന്ന എന്റെ കൈലാസേട്ടൻ എന്ന് മഞ്ജുമ ചോദിക്കുകയാണ്. പറയൂ പൂജാ റൂം എവിടെ? അത് അവിടെയാണ് എന്ന് എന്നെ അങ്ങോട്ടേക്ക് ആനയിക്കൂ എന്ന് പറയുമ്പോൾ മഞ്ജുമ കൈലാസിനെ ആ പൂജാ റൂമിലേക്ക് കൊണ്ടുപോവാണ്. തൊട്ടു പിന്നാലെ സ്വപ്നവല്ലിയും രാമനാഥനൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഇഷിതൊക്കെ ചിരി വരുവാട്ടോ. ഇഷിത അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മഹേഷും ഉണ്ട്. അപ്പൊ ഇഷിത പറയുന്നുണ്ട്, അങ്ങനെ കൈലാസേട്ടന്റെ പുതിയ അവതാരമായി. ഈശ്വര ഇനി കൈലാസേട്ടന്റെ ലീലാവിലാസങ്ങളൊക്കെ കാണേണ്ടി വരുമല്ലോ ഈശ്വര അതിനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. അത് കേട്ട് മഹേഷിന് ചിരി വരുവാണ്. അങ്ങനെ പൂജാ റൂമിൽ വിളക്ക് വെക്കുവാണ് കൈലാസ്. അതിന് ശേഷം അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൈലാസ്. എന്നിട്ട് ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. പിന്നീട് കൈലാസ് പറയുന്നുണ്ട്, ഇന്ന് മുതൽ ഈ പൂജാ റൂമിൽ എപ്പോഴും ഒരു ചൈതന്യം ഉണ്ടാവും, സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യം, ഹരഹരോ ഹരഹര. അതുകൊണ്ട് ഈ പൂജാ റൂമിൽ വ്രതശുദ്ധിയോട് മാത്രം എല്ലാവരും കയറിയാൽ മതി കേട്ടോ. ഇനി മുതൽ ഈ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ പൂജാ റൂമിലായിരിക്കും. എൻ്റെ ദിവസത്തിൽ പകുതിയിൽ കൂടുതൽ സമയം ഞാൻ ഈ പൂജാ റൂമിലായിരിക്കും കഴിയാൻ പോണത് എന്ന് പറയാണ്. ശേഷം ഹരഹരോ ഹരഹര എല്ലാരും പൊയ്ക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ സ്വപ്നയിലും രാമനാഥനും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. മഞ്ജുമ അവിടെ തന്നെ നിൽക്കുവാട്ടോ. അപ്പൊ നമ്മുടെ കൈലാസ് പറയുന്നുണ്ട്, അയ്യോ ഭവതി എന്താ ഇവിടെ നിൽക്കുന്നത്? ഭവതിയും ഇറങ്ങിക്കോളൂ. ഭവതിയോ? അതെ, ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്, ബന്ധങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല, അതുകൊണ്ട് ഭവതി പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറയാണ്. ശേഷം മഞ്ജുമയും പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്വപ്നവല്ലിനെയും രാമനാഥനെയും മഹേഷിനെയാണ്. അവരവിടെ ഇരിക്കുന്ന സമയത്ത് ഇഷിതയും കൂടെ തന്നെയുണ്ട് കേട്ടോ. രാമനാഥൻ പറയുന്നുണ്ട്, ഞാൻ രാമേശ്വരത്ത് പോയിട്ട് തിരിച്ചു വരാൻ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ നേരെ ഞാൻ പല പല അമ്പലങ്ങളിൽ പോയി. കാരണം ഞാൻ പോയ കാര്യത്തിന് ആ ഫലസിദ്ധി കിട്ടില്ലെന്ന് എൻ്റെ മനസ്സ് നന്നായിട്ട് പറഞ്ഞു. ഒരു സന്തോഷാർത്ഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ എൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥതയായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇരുണ്ടുകൂടിയായിരുന്നു. അങ്ങനെ ഞാൻ രാമേശ്വരത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കൈലാസിനെ പോലത്തെ ആരോ ശയന പ്രദർശനം വെക്കുന്നത് കാണുന്നത്. നോക്കുമ്പോൾ കൈലാസ് തന്നെയാണ്. കൈലാസ് എന്നെ കണ്ടതും ആകെ ഞെട്ടിപ്പോയി. ശേഷം അവൻ അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ അവന്റെ കൂടെ തന്നെ പോയി. പെട്ടെന്നാണ് അവൻ്റെ കാലുകളിൽ വീണ് പൊട്ടിക്കരഞ്ഞത്. ഒരു കുഞ്ഞു കുട്ടി കരയണ പോലെ അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ എന്നോട് എല്ലാം പറഞ്ഞു. ഇഷിതടുത്ത് ചെയ്ത മഹാപാപത്തിന് അവൻ വല്ലാതെ പശ്ചാത്തപിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തന്നെയാണ് അവൻ പറഞ്ഞത്. ഞാനാ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് അവിടെ മഹാസിദ്ധനുണ്ട്. ആ സിദ്ധന്റെ അടുത്തേക്ക് ഞാൻ അവനെ കൊണ്ടുപോയി. ആ സിദ്ധൻ അവന്റെ ചെവിയിൽ 2 മന്ത്രങ്ങൾ ചൊല്ലി. അതിനുശേഷം ഞാൻ കാണുന്നത് അടിമുടി മാറിയ കൈലാസിനെയാണ്. ഇപ്പൊ അവൻ പഴയ കൈലാസയല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയണ്ട, ഓഹോ അപ്പ ജയിലിൽ നിന്ന് നേരെ വന്നത് അങ്ങോട്ടേക്കാണല്ലേ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് അല്ല അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ കൈലാസ് അളിയൻ ശരിക്കും മാറിയെന്ന്? അത് മാറിയിട്ടുണ്ട് മോനെ, എനിക്ക് തോന്നുന്നതെന്നല്ല, ശരിക്കുള്ള കാര്യം തന്നെയാ മോളെ ഇഷിതേ. പറ അച്ഛാ, മോൾക്കറിയാലോ അച്ഛൻ അങ്ങനെ പൊട്ടത്തരൊന്നും പറയില്ലെന്ന്. അറിയാ അച്ഛാ, അപ്പോ മോള് വിശ്വസിക്കണം, കൈലാസ് പഴയ ആളല്ല, അവനാകെ മാറി എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് മഹേഷിനോട്, മോനെ മഹേഷേ നീ വിശ്വസിക്കടാ, ചില ആളുകൾ അങ്ങനെ മാനസാന്തരപ്പെട്ട് സ്വഭാവമൊക്കെ മാറാനുണ്ട്. ഈ മുമ്പ് കൊലപാതകവും വെട്ടുകുത്തകയായിട്ട് നടന്ന ആൾക്കാർ, എത്രയോ ആൾക്കാർ പഞ്ചപാവങ്ങളായിട്ട് പിന്നെ നടന്നിട്ടുണ്ട്. ഓരോരുത്തരടുത്ത് നന്മയും ഒക്കെ ചെയ്തിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ചിലപ്പോ കൈലാസം മാറിയിട്ടുണ്ടാവും എന്ന് മഹേഷ് പുച്ഛത്തോടെ പറയാണ്. ശേഷം കൈലാസിനോട് മഞ്ജിമ പറയണ്ട്, വാ കൈലാസേട്ടാ നമുക്ക് റൂമിലേക്ക് പോവാം. ഓ ഭവതി നടന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ കൈലാസം മഞ്ജിമയുടെ കൂടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് മഹേഷ് പറയണ്ട്, അച്ഛൻ ആകെ ക്ഷീണിച്ചു, തളർന്ന് ഒരു കോലമായി. എനിക്കാകെ അച്ഛനോടൊരു അപേക്ഷയുള്ളൂ, ഇനിയെങ്കിലും തീർത്ഥാടനത്തിനൊന്നും പോവല്ലേ, ഇവിടെ കഴിയാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മഹേഷും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. സ്വപ്നവലി രാമനാഥനോട് പറയണ്ട്, രാമനാഥൻ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. രാമനാഥനോട് കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് സ്വപ്നവലിയും പറയാണ്. പിന്നീട് കാണിക്കുന്നത് കൈലാസിനെയാട്ടോ. കൈലാസ് അങ്ങനെ റൂമിലേക്ക് കയറിയത് മഞ്ജിമ, എന്റെ കൈലാസേട്ടാ ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്നറിയാവോ? പൊട്ടിക്കരയാൻ തോന്നുന്നു എനിക്ക് കൈലാസേട്ടാ എനിക്ക് പൊട്ടിക്കരയാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ കൈലാസ് പറയണ്ട്, ഭവതി ഇതെന്റെ കൈലാസിന്റെ 2ാം ജന്മമാണ്. എന്നാലും കൈലാസേട്ടാ മരിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ എന്തൊക്കെ എനിക്ക് വിഷമുണ്ടായെന്ന് അറിയാവോ? ഞാനും കൈലാസേട്ടോടെ മരിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോഴേക്കും, ഭവതി ഇതിന്റെ 2ാം ജന്മമാണ്. നിങ്ങളുടെ പഴയ കൈലാസേട്ടൻ മരിച്ചു കഴിഞ്ഞു, ഇത് 2ാം ജന്മമാണ് എന്ന് പറയാണ്. എന്റെ കൈലാസേട്ടാ എനിക്ക് കൈലാസന്റെ നെഞ്ചില് കെട്ടിപ്പിടിച്ച് കരയണം.
കരയണം, പൊട്ടിക്കരയണം കൈലാസേട്ടാ എന്ന് പറയുമ്പോൾ പക്ഷേ എന്ത് വൃത്തികേടാ കാണിക്കണം, മാറി നിൽക്കൂ ഭവതി എന്ന് പറഞ്ഞിട്ട് കൈലാസ് ബെഡിലേക്ക് ചാടി കയറുവാണ്. അയ്യോ ഇതെന്താ ഇങ്ങനെ എന്ന് മഞ്ജുമ ചോദിക്കുമ്പോൾ അതെ ഞാനിനി ഇങ്ങനെയാണ്, ഭവതി എന്നെ തൊടാനോ സ്പർശിക്കാനോ പാടില്ല, എനിക്കിനി പഴയ ബന്ധം ഒന്നുമില്ല, എനിക്കിനി ഞാനിപ്പോൾ സന്യാസിയാണ്, ഇനി ഞാൻ ലൗകിക ജീവിതമാണ് ഇനി എനിക്ക് എന്നൊക്കെ പറയാണ്. കൈലാസേട്ടൻ എന്തൊക്കെയാ പറയണത്, ഈശ്വര ഒരു കുഞ്ഞു പോലും ആയിട്ടില്ല, അതിനു മുമ്പേ കൈലാസേട്ടൻ എന്തൊക്കെയാ പറയണത്, ഭവതി ഒരു കുഞ്ഞില്ലാത്തതാണോ ഭവതിയുടെ വിഷമം, ഭവതിക്ക് ഒരു കുഞ്ഞുണ്ടാവും, ഭവതി ഗർഭിണിയാവും, എങ്ങനെയാ എന്റെ കൈലാസേട്ടൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാ ഗർഭിണിയാവുന്നത്, അത് ഞാൻ എന്റെ ഗർഭമല്ല, ഭവതിക്ക് ദിവ്യ ഗർഭമാണ് ഉണ്ടാവാൻ പോണത്, എന്റെ ഈശ്വര ദിവ്യ ഗർഭമോ, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും മനുഷ്യ, മനുഷ്യ നിങ്ങൾ കട്ടിലിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരണോ അതിനാ കട്ടിലേക്ക് കയറണോ, ഭവതി അരുത്, ഭവതി അവിടെ നിൽക്കൂ, ഞാൻ ഇനി മുതൽ ഈ കസേരയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, താഴത്ത് പുൽപ്പായ വിരിച്ച് അവിടെ ആയിരിക്കും ഞാൻ കിടക്കുന്നുണ്ടാവുക, ഭവതി കിടന്ന കിടക്കയിൽ ഞാൻ കിടക്കില്ല എന്ന് കൈലാസ് പറയുമ്പോഴേക്കും മഞ്ജു പറഞ്ഞു, ഈശ്വര ഇതെന്തൊരു പരീക്ഷണമാണ് ഈശ്വര എന്ന് പറയണം. അപ്പോൾ കൈലാസ് പറയുന്നുണ്ട്, ഭവതി ഞാൻ പറഞ്ഞത് ഭവതിക്ക് മനസ്സിലായില്ലേ, എനിക്ക് ഉൾവിളി ഉണ്ടായി, കൈലാസിന്റെ പറഞ്ഞതൊക്കെ സത്യമാണോ, അപ്പൊ കൈലാസിന്റെ ശരിക്കും ഉൾവിളി ഉണ്ടായോ, അതേ ഭവതി ശരിക്കും എനിക്ക് ഉൾവിളി ഉണ്ടായി എന്ന് പറയുമ്പോൾ മഞ്ജുമ ആകെ വിഷമിച്ച് അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്കും മഞ്ജുമ എടുത്ത് മഞ്ജുമയെ മനസ്സിൽ വിചാരിക്കാട്ടോ, ഈശ്വര എന്നുള്ള എന്തൊരു പരീക്ഷണമാണ് ഈശ്വര ഇത് എന്ന് വിചാരിക്കുമ്പോൾ കൈലാസ് പറയണ്ടേ, പരീക്ഷണമല്ല ഇത് ഭഗവാന്റെ സിദ്ധിയാണ് എന്ന് പറയുമ്പോൾ മഞ്ജുമ ചോദിക്കണ്ടേ, കൈലാസേട്ടാ ഞാൻ പറഞ്ഞത് കൈലാസേട്ടനെ കേട്ടോ, കൈലാസേട്ടനെ ഞാൻ പറഞ്ഞത് എങ്ങനെ മനസ്സിലായി, ഞാൻ ഉള്ളിൽ വിചാരിച്ച കാര്യം കൈലാസേട്ടൻ എങ്ങനെ പറഞ്ഞു, ഭവതി ഉള്ളിൽ വിചാരിച്ച കാര്യം എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റി, ഉൾവിളി കൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റി, ഈശ്വര സിദ്ധൻ തന്നെ മഹാസിദ്ധൻ എന്ന് മഞ്ജു പറയുമ്പോൾ അതെ ഭവതി എനിക്ക് വല്ല പാലോ അല്ലെന്നുണ്ടെങ്കിൽ തുളസിയിട്ട ഇലയിട്ട വെള്ളമോ എന്തെങ്കിലും എടുത്തോണ്ട് വരൂ എന്ന് ഞാൻ പാൽക്കഞ്ഞി എടുത്തോണ്ട് വരാം, ഓ ഭവതിയുടെ വലിയ മനസ്സ് പോയി എടുത്തോണ്ട് വരൂ എന്ന് കൈലാസ് പറയാണ്. അങ്ങനെ മഞ്ജുമ പാൽക്കഞ്ഞി എടുക്കാൻ വേണ്ടി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. ഇഷിതയും മഹേഷ് ആണെങ്കിൽ റൂമിലിരുന്ന് പൊട്ടിച്ചിരിക്കാട്ടോ. ഇഷിത പറയണ്ട എനിക്ക് ചിരി അടക്കി പിടിക്കാൻ പറ്റുന്നുണ്ടായില്ല മഹേഷ് എന്ന് പറയുമ്പോൾ താൻ ചിരിക്കൊന്ന് പേടിച്ചിരിക്കായിരുന്നു, തന്റെ മോൻ കണ്ടപ്പോൾ എനിക്കും ചിരി വരുമായിരുന്നു, എന്നാലും വേഷം കെട്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ മനസ്സിലായി വേഷം കെട്ട് എന്താണെന്ന്, എന്നാലും കൈലാസ് ഇങ്ങനത്തെ ഒരു വേഷം കെട്ടിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എടോ അവൻ ജീവനോടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു പുതിയ തന്ത്രങ്ങളൊക്കെ ആയിട്ട്, പക്ഷേ ഈ വേഷം കെട്ടിട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അവനെ സമ്മതിക്കണം, അവൻ അച്ഛനെ വെച്ചിട്ട് അച്ഛനെ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് അവൻ രാമേശ്വരത്തേക്ക് പോയത്, എന്നിട്ട് അവന്റെ ഒരു അഭിനയം എന്ന് പറയുമ്പോഴേക്കും അഭിനയ സിംഹം എന്നൊക്കെ മഹേഷ് പറയാണ്. അതെ എന്തായാലും പുതിയൊരു അവതാരം കൊള്ളാം, കൈലാസ സ്വാമികൾ ഇനി എന്തൊക്കെ ലീലാവിലാസം കാണാനിരിക്കുന്നോ എന്തോ എന്നൊക്കെ ഇഷിത പറയുമ്പോൾ അഷിതയുടെ കോൾ ഇഷിതയുടെ ഫോണിലേക്ക് വരുവാട്ടോ. ആരാ വിളിക്കുന്നത്, അഷിതേച്ചിയാ, ഫോൺ എടുക്കടോ, അത് വേറൊന്നുമല്ല കൈലാസേട്ടനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും അറിയാനായിട്ടായിരിക്കും എന്ന് പറയാണ്. താനൊരു കാര്യം ചെയ്യും, താൻ ഫോൺ എടുത്തോ, എനിക്ക് അച്ഛനെ കണ്ടു ഒന്ന് സംസാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് റൂമിന് പുറത്തിറങ്ങാണ്. ഇഷിത ഫോൺ എടുക്കണ്ട്, ഹലോ അഷിതേച്ചി, അവിടുത്തെ കാര്യങ്ങൾ എന്താ ഇഷിത എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഇവിടെ മഹേഷിന്റെ അച്ഛൻ വന്നു, അങ്കിള് വന്നത് നിനക്കൊരു സമാധാനമായിട്ടുണ്ടാവും അല്ലേ, അതിനേക്കാൾ സമാധാനമുള്ള വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്, വേറൊരു കാര്യമോ, അതേന്നേ കൈലാസേട്ടനും വന്നു കൂറെ, കൈലാസേട്ടനോ, അതേന്നേ കൈലാസേട്ടനും വന്നിട്ടുണ്ട് എന്ന് ഹോ സമാധാനായി മോളെ, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്, ഇവിടെ അമ്മയും മോനും നിങ്ങളുടെ അവിടുത്തെ കൈലാസേട്ടനെ കണ്ടിട്ടില്ലല്ലോ, മനസ്സുനി അമ്മയും അതുപോലെ തന്നെ മഹേശ്വരേട്ടനും കൈലാസേട്ടൻ്റെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, കുറെ ആൾക്കാരെ വെച്ചിട്ട് ജാഥ ഉണ്ടാക്കാനായിട്ട്. ഓഹോ മനസ്സുനി അമ്മ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നോ, പിന്നെ അത് പറയാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചത്, ഫോട്ടോ എങ്ങനെയെങ്കിലൊക്കെ തപ്പിപ്പിടിക്കാവോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്തായാലും ഈ വാർത്ത നല്ലൊരു തിരിച്ചടി തന്നെയാണ് അവർക്ക്, എന്നാലും അവർക്കുള്ള ദേഷ്യം മാറുന്നില്ലല്ലോ ചേച്ചി, നിന്നോട് അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം, പിന്നെ അവൻ വരുന്നുണ്ടല്ലോ ആ അനിയൻ, അവനും അവന്റെ ഭാര്യയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം നിന്റെ തലയിൽ കെട്ടിവെക്കാനാ അവര് നോക്കണത്. എന്ത് പറയാനാ ചേച്ചി, എനിക്ക് ആകെ ഒരു വിഷമമുള്ളൂ, ഞാൻ കാരണം എന്റെ ചേച്ചി വിഷമിക്കുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട്, എന്തായാലും സമാധാനമായി മോളെ, ആ കൈലാസ് തിരിച്ചു വന്നല്ലോ, അതെന്നെ വലിയ സമാധാനം, ചേച്ചി തിരിച്ചത് വെറുതെ അല്ല, പിന്നെ കൈലാസിന് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്, കൈലാസ സ്വാമികളായിട്ടാ തിരിച്ചു വന്നിരിക്കുന്നത്. കൈലാസ സ്വാമികളോ എന്ന് അഷിത ചോദിക്കുന്നിടത്താട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് അഷിത മനസ്സിനടുത്ത് മഹേഷടുത്ത് പറയണ്ട, അതെ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്ന കൈലാസന്റെ ഫോട്ടോ ഇല്ലേ, അത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല, കൈലാസേട്ടൻ വന്നിട്ടുണ്ട്, അയാൾക്കൊന്നും സംഭവിച്ചില്ല, കായലിൽ മുങ്ങി താഴ്ന്നു എന്ന് പറഞ്ഞ കൈലാസേട്ടൻ ജീവനോടെ പൊങ്ങി വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അത് മനസ്സിനിക്കും മഹേശ്വരനും വല്ലാത്തൊരു തിരിച്ചടി തന്നെയായിട്ടോ. ശേഷമാണെങ്കിൽ ഇഷിതയുടെ കാലുകളിൽ തന്നെ വീഴാൻ പോവാണ് കൈലാസ്. അത് കണ്ടുകൊണ്ട് ഇഷിത പറയണ്ട, അതെ നിങ്ങൾ നന്നായ നിങ്ങൾക്ക് കൊള്ളാം, അല്ലാതെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനത്തെ ഒരു അഭിനയത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാണിക്കുന്നത് ആദിനെയാണ്. ആദി വീട്ടില് ആകാശനോട് പറയുന്നുണ്ട്, ആകാശങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കണം എന്ന് പറയാണ്. അത് കേൾക്കണതും ആകാശ് ആകെ ഷോക്ക്
ഷോക്കാവാണ്. രചനക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് തിരിച്ച് രാവിലെ തന്നെ ആദി സ്കൂളിൽ പോണ സമയത്ത് അവിടെ നിന്ന് നമ്മുടെ ചിപ്പി ആദിയുടെ പുറകിൽ നിന്ന് ഇഷാദെ എന്ന് വിളിക്കുകയാണ്. അത് കേട്ട് ആദ്യം ആകെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.